യഥാർത്ഥ കുറ്റം ചെയ്തവർക്ക് അവരർഹിക്കുന്ന ശിക്ഷ തന്നെ കിട്ടണം. ചെയ്ത കുറ്റം എത്രയൊക്കെ മൂടി വയ്ക്കാൻ ശ്രമിച്ചാലും കാലം അത് തെളിയിക്കുക തന്നെ ചെയ്യും. എവിടെയാടാ? ഇതേ കല്ല് കണ്ടില്ലേ? ഇതേ അവിടെ. ഇത് ഏയ്, എടുത്തിട്ടേ പോകുന്നുള്ളൂ. എടാ, ആരെങ്കിലുമൊക്കെ കണ്ടാ? അമർ നാളെ എത്തൂലേ? വേറെ പറഞ്ഞോ? അങ്ങനെ പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല. ഈ വരവിൽ എന്തോ ഉദ്ദേശമുണ്ട്, അതെനിക്കറിയാം. എന്തുദ്ദേശം? അതവൻ പറയുന്നില്ല. എപ്പോഴാ വരുന്നോ പറഞ്ഞോ? ഇല്ല. അതിനൊരു വഴിയുണ്ട്. നമുക്ക് കുഞ്ഞിനോട് ചോദിക്കാം. എൻ്റെ കുഞ്ഞാ, ഒന്നുവാ, ഇപ്പൊ പോവാം. എന്തൊക്കെ അമ്മറപ്പോ വരുന്നേ? കാക്കു നാളെ സുബൈക്ക് എത്തുന്ന അമ്മ പറഞ്ഞേ. എന്തൊക്കെ? ഒന്നുമില്ലടാ, ഞങ്ങളോട് ടൈമൊന്നും പറഞ്ഞില്ല, അതാ ചോദിച്ചേ. എന്നാ പോവല്ലേ? പള്ളിക്ക് ഇന്ന് സ്വലാത്തുണ്ട്, വരൂലേ? ആ, ആടാ. എന്നാ പോവാം. അല്ല, കാക്കു നിങ്ങളോട് ആരോടൊന്നും പറയലില്ല? പറയലൊക്കെ ഉണ്ടടാ, എന്തെങ്കിലുമൊക്കെ. പിന്നെ ഇപ്പൊ പോയിട്ട് 2 വർഷമായില്ലേ. പിന്നെ അറിയാലോ, അന്നത്തെ ആ സംഭവത്തിന് ശേഷം ഞങ്ങളാരും അധികം തമ്മിലൊന്നും സംസാരിക്കാറില്ല. എപ്പോഴും ഒരു ഗ്യാപ്പ് വന്നു. സത്യം പറഞ്ഞാൽ ആ സംഭവം കഴിഞ്ഞ് 2 വർഷമായിട്ടും അജിത്തിൻ്റെ വീട്ടുകാർക്കും ഞങ്ങളാരെയും കാണുന്ന അത്ര ഇഷ്ടമല്ല. ആ വീട് ഓനെ കൊണ്ടുവരാ എയർപോർട്ടിൽ ആരൊക്കെ പോണേ? അത് വാപ്പച്ചി മൂത്താബിയ പോണേ. ശരിടാ, പിന്നെ കാണാം. അല്ല, എന്തുദ്ദേശം? എന്തുദ്ദേശം? അത് തന്നെ ഞാൻ ചോദിച്ചേ. ഇതുവരെ അല്ലാത്ത മറ്റിപ്പോൾ 2 ആഴ്ചയായിട്ട് ചേച്ചി വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല, സംസാരിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞല്ലോ, ശരിയാണോ? അത് ഞാൻ കുറച്ച് തിരക്കിലായിരുന്നു. ചേച്ചിയോട് ഞാൻ വിളിക്കാന്ന് പറ. അത് കള്ളം. പിന്നെ ഞാൻ ഒരു കാര്യം പറയാം, ഓപ്പ് കൊടുക്കാനാണെങ്കിൽ ആരും ഒരിക്കലും സ്നേഹിക്കരുത്. അതിനേക്കാൾ തെറ്റ് ചെയ്യാനില്ല. നമ്മളിന്ന് കണ്ട കാര്യം ചേച്ചിയോട് ഞാൻ പറയും. നിങ്ങൾ രണ്ടുപേരും സംസാരിക്കും. ഏട്ടൻ്റെ ഭാഗത്തുനിന്ന് ബ്രേക്കാനാണ് ഉദ്ദേശമെങ്കിൽ ബൈ. കുറേ നേരമായി വന്നിട്ട്. ഇല്ല, ഇപ്പോൾ വന്നേ ഉള്ളൂ.
ഇങ്ങനെ മിണ്ടാതിരിക്കാനാണോ ഇത്രയും ദൂരം വന്നേ? ഉണ്ണി നല്ല കണ്ട കാര്യം പറഞ്ഞിരുന്നു. അവളുടെ കയ്യിൽ നന്നായിട്ട് കിട്ടിയല്ലേ? എനിക്ക് നിന്നോട് അത് തന്നെ ചോദിക്കാനുള്ളത്. എന്താ നിന്റെ ഉദ്ദേശം? ഫോൺ വിളിച്ചാൽ എടുക്കുന്നില്ല, മെസ്സേജ് അയച്ചാൽ റിപ്ലൈ ഇല്ല. എന്താ ഈ ബ്ലോക്കിംഗ് അൺബ്ലോക്കിംഗ് ഡ്രാമ? കുറെ ദിവസമായി തുടങ്ങിയിട്ട്. അല്ല, ഞാൻ നിന്റെ ആരാ? നിനക്കെന്താ വേണ്ടേ? പതിലായിട്ടൊരു പൊക്കോ. ഇട്ടിട്ട് പോകാനാണോ നീ എന്നെ എത്രയും കാലം കൊണ്ടുവരുന്നേ? നിനക്കെന്തോ പ്രശ്നമുണ്ടെന്ന് എനിക്കറിയാം. അതെനിക്ക് നന്നായിട്ട് ഫീൽ ആവുന്നുണ്ട്. നിനക്കെന്നോട് പറയാൻ പറ്റുന്നതാണെങ്കിൽ പറ. അങ്ങനെയെങ്കിലും നിനക്ക് കുറച്ച് സമാധാനം കിട്ടട്ടെ. അതല്ല, ഇനി ഞാനാണ് നിന്റെ സമാധാനം കേടുന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ ഒഴിഞ്ഞു പോയിക്കോളാം. ആ ഹലോ, എവിടാ, വർക്കിലാണോ? ഇന്ന് വർക്കില്ലടാ. പറ, നാട്ടിലുണ്ട്. എന്നാലേ അവന്മാരെ കൂട്ടി നീ കടവെക്കുക. ഓക്കേടാ. അമർ, എന്താ കാര്യം? പോസ്റ്റാക്കാതെ പറ. പറയാം, പക്ഷെ അത് നിങ്ങൾ എങ്ങനെ എടുക്കുമെന്ന് എനിക്കറിയില്ല. അത് നീ പറഞ്ഞാലല്ലോ അറിയൂ. പറ്റില്ലെങ്കിൽ വേണ്ട. പറ്റും. കഴിഞ്ഞ 1-2 വർഷമായി മനുഷ്യൻ സമാധാനത്തൊന്നും ഉറങ്ങിയിട്ട്. കണ്ണടച്ച അവൻ്റെ മുഖ കണ്ട് കണ്ട് മനുഷ്യന് ഭ്രാന്ത് വരുന്ന അവസ്ഥയായിട്ടാ നീ ഇവിടുത്തെ നാട്ടിലേക്ക് വന്ന്. നീ ആര് കാര്യം പറയുന്നത്? അജിത്തിൻ്റെ ആണോ? അതെ, അജിത്തിനെ ഇങ്ങോട്ട് കൊണ്ടുവരണം, എന്നിട്ട് നമ്മുടെ നാട്ടിലടക്കണം. അത് മാത്രമാണ് ഇപ്പോൾ ഈ വരവിൻ്റെ ഉദ്ദേശം. നിനക്കെന്താ പ്രാന്താണോ? അവൻ്റെ അസ്ഥി അവിടെ കൊണ്ട് നടക്കുന്നത്? അല്ല, ശരിക്കും തന്നെ പ്രശ്നം എന്താ? അന്ന് അവനെ കൊന്നപ്പോൾ ഈ സിമ്പതി ഒന്നും കണ്ടില്ലല്ലോ. ഇപ്പോൾ അവൻ 2 കൊല്ലം ഗൾഫ് പോയി 10 പൈസ സമ്പാദിച്ചപ്പോൾ സിമ്പതിയും കൊണ്ട് വന്നേക്കുന്നു. വേറെ പണിയില്ല. കഴിഞ്ഞ 2 വർഷമായിട്ട് അവനെ ഇവിടെ നിന്ന് പോലീസുകാർക്ക് കണ്ടെത്താനായിട്ടില്ല. നമ്മളാണ് ഇത് പിന്നിൽ, നമുക്ക് മാത്രം അറിയൂ. അത് അങ്ങനെ തന്നെ നിന്നാൽ മതി. അമറേ, നിർത്തിക്കോ, ഞാൻ പോവാ. டேய், யாரடா நீங்க எல்லாம்? ഇവിടെ என்ன பண்ணிட்டு இருக்க? സാരത്തിന് വെള്ളത്താ സാറേ. எதுக்குடா? எதுக்கு கூவம்மலுக்கு வந்த? சொல்லடா. டேய் சொல்லு, எதுக்கு வந்த? சொல்லடா. அந்த குழியில் இருக்குது எலும்பும் கூட யாருது? അതെ, ഫ്രണ്ട് അജിത്താണ് സാർ. 2 വർഷം മുന്നേ
ഞങ്ങൾ കൂമല ട്രിപ്പ് വന്നപ്പോൾ എൻ്റെ കയ്യബദ്ധം കൊണ്ട് സംഭവിച്ചാണ് സാർ. ഇനിയൊന്നും ഇருக்கு അത് ആരത്? അതെനിക്ക് தெரியாது സാർ. தெரியாது സാർ. தெரியாதா? சொல்லடா. ഉനക്ക് தெரியாதா? മറ്റേതാർക്കെന്ന് എനിക്കറിയാം സാറേ. ഞങ്ങൾ 4 പേരും പ്ലാൻ ചെയ്ത ട്രിപ്പായിരുന്നു ഊട്ടിയിലെ കൂവമലയ്ക്ക്. നാട്ടിൽ നിന്ന് പുറപ്പെട്ട് ടൗണിലെത്തിയപ്പോഴാണ് അജിത്തിനെ കണ്ടത്. പിന്നെ എല്ലാവരും അവനെയും കൂടെ കൂട്ടാൻ നിർബന്ധിച്ചു. പക്ഷേ അവന് ട്രിപ്പിന് വരാൻ താല്പര്യമില്ലായിരുന്നു. ഹലോ, എന്താണ് എവിടെ? ഓ ഉണ്ടല്ലോ, ഞാൻ എവിടെ ഉണ്ടാവില്ല, പക്ഷെ ഞാൻ വിളിച്ചു പറയാം, റെഡി ആക്കാം. നിങ്ങൾ വാ, നിങ്ങളെന്തായാലും വാ, നമുക്ക് വിളിക്കാം, അതൊന്നും വിഷയക്കണ്ട. എല്ലാം റെഡിയാ. ഒന്നുമില്ല, എൻ്റെ ദേശക്കാരിനൊന്ന് കാണാൻ തോന്നി, വിളിച്ചു. പറ്റില്ല? ഇല്ല, എന്നെന്തിനാ കാണണേ? എൻ്റെ പൊന്നു ഋതു, ഞാൻ പറഞ്ഞല്ലോ ഈ പ്ലാനിൽ ഞാൻ ഇല്ലായിരുന്നു. ആ ശരി ശരി. മോത്തോട്ട് പൊട്ടി പൊട്ടി. എന്താണ്? ഞങ്ങളിപ്പോൾ മേലെ എത്തും, റേഞ്ച് കുറവാണ്, ചിലപ്പോൾ വിളിച്ചാൽ കിട്ടില്ല. കയറി ഓട്ടെ, വിളിക്കാം. നിക്ക് നിക്ക്, വെക്കല്ലേ, കഴിച്ചോ? കഴിച്ചു. നീ ഓക്കെ ആണോ? ശരി. എവിടെ? കേട്ടോ, ആ കൊള്ളാലോ. ആയിത്തേ ആള് വിളിച്ചാൽ മതി, വേഗം കയറി വാ. ഞാൻ വിളിക്കാം. എവിടെ പോവാണോ? അവന്മാര് വിളിക്കുന്നുണ്ടാ, ഒരു കമ്പനി കൊടുക്കട്ടെ. അവരെ കൂടെ അല്ലടാ, ഇന്നൊരു ദിവസം നോക്ക്, കഴിച്ച കൊല്ലി ഞാൻ. നാട്ടിൽ വന്നാൽ പിന്നെ മറക്കണ്ട. അയ്യോ ഇല്ലല്ല, ഇതുവരെ കഴിച്ചില്ലല്ലോ, ഇനി അങ്ങോട്ട് കഴിക്കില്ല. പോട്ടെ, ബൈ, വിളിക്കാം. അവന്മാരൊക്കെ എവിടെടാ? അവിടെ മരുന്നടിക്കുന്നുണ്ട്. എന്താ ഇത്ര മൂടാല്? അതെല്ലാവർക്കും അറിയുന്നതല്ലേ, അവനവന്റെ പെണ്ണുമായിട്ട് ഇത്രയും നേരം സംസാരിച്ചിരിക്കായിരുന്നു, അതല്ലേ ഇത്ര ആവേശം.
ഇവന്മാരൊക്കെ ആർക്കൊക്കെ വിളിക്കണമെന്ന് ആർക്കറിയാം. ഒറ്റെണ്ണത്തിനെ വിശ്വസിക്കാൻ പറ്റില്ല. നിനക്കിത് കാണുമ്പോ ചൊറിച്ചില്. എന്താടാ? എടുക്ക്. എന്താ നീ ഇപ്പോഴല്ലേ വെച്ചിട്ട് പോയത്? അതുകൊണ്ട് ഇപ്പൊ വെച്ചെന്താ പിന്നെ വിളിക്കാൻ പറ്റില്ലേ? നിനക്കിപ്പോൾ എന്താ വേണ്ടേ? പോടാ, വേഗം എണീറ്റ് റെഡി ആവാം, നമുക്ക് റൈഡിന് പോവാം. ദൈവം ഈ നട്ടപ്പാതിരിക്കോ? മര്യാദയ്ക്ക് വന്നോ, അല്ലെ നമ്മുടെ വരിപ്പ് ഞാൻ വീട്ടിൽ പറയും. അയ്യോ വേണ്ട വേണ്ട, ഞാൻ വരാം. ഞാൻ ഇനി അവിടെ വരുമ്പോൾ നിന്റെ സ്വഭാവം മാറല്ലേ? ഇതുവരെ ഇല്ല, വാ. അയ്യോ, ഹലോ, അച്ഛനും അമ്മയും കണ്ടാലോ? ഓക്കെ. വണ്ടി ഓണാവുന്നില്ല. ഓ വാ, നമുക്ക് എന്റെ വണ്ടി എടുക്കാം. വാ വേഗം വാ. ആരെങ്കിലും മെല്ലെ തുറക്ക്. എന്ത് നോക്കി നിക്കാം, വാ അങ്ങോട്ട്. എടി നിന്റെ അപ്പ കടുവ എണീക്കോ? തള്ളു തള്ളു തള്ളു, പോട്ടെ പോട്ടെ പതുക്കെ. നീ എന്ത് പരിപാടി കാണിച്ച്? അല്ലെങ്കിൽ നിനക്ക് അടിച്ചു കഴിഞ്ഞൊരു ബോധമില്ല. എടാ ആരെങ്കിലും ഒന്ന് പറയടാ, അവനെ കൊന്നപ്പോ സമാധാനല്ലേ എനിക്ക്? എല്ലാവർക്കും ഓക്കെയാണ്. ഞാനൊരു കാര്യം പറയാം. എനിക്കെന്തെങ്കിലും ഉണ്ടായിച്ച് കഴിഞ്ഞാൽ ഗൾഫിൽ പോകണം. നിനക്ക് നിന്റെ കാര്യം നോക്കണ്ട. നിനക്കും അങ്ങനെ തന്നെയല്ലേ? നമുക്ക് അവനെ ഇവിടെ എവിടെയെങ്കിലും കുഴിച്ചു പോകണം. അവനെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് ആരും പറഞ്ഞിട്ടില്ല. നമ്മൾ വെച്ചു ഇവിടെ എവിടെയെങ്കിലും കുഴിച്ചാൽ നമ്മളെല്ലാവരും സേഫ് ആയിരിക്കും. എവിടെ കുഴിച്ചിടാ? നിങ്ങൾ ശ്രദ്ധിച്ചോ എന്ന് എനിക്കറിയില്ല. നമ്മൾ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് താഴത്തൊരു ഒഴിഞ്ഞ വീടുണ്ടായിരുന്നു. കണ്ടിട്ട് അവിടെ ആളൊന്നുമില്ല. ആ വീടിൻ്റെ ബാക്കിൽ നമ്മൾ സേഫ് ആയി. ഞാൻ എന്തായാലും തീരുമാനിച്ചു. ഇനി നിങ്ങൾ എടാ
ഇത് വേണോ? ഇത് നീ ഏറ്റെടുക്കും. കൂടുതലൊന്നും പറയാനില്ല, പറയാനായിട്ട് തോന്നുന്നുമില്ല. നിങ്ങൾ ഓരോരുത്തരോടും എനിക്കിപ്പോൾ അറപ്പാണ്. എങ്ങനെ തോന്നി? നിങ്ങൾക്കറിയാവുന്നതല്ലേ എൻ്റെ അവൻ്റെ റിലേഷൻ. നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ ഭാവി നോക്കി ആരും അറിയാതെ അവനെ കുഴിച്ചു മൂടി. നഷ്ടം എനിക്കല്ലേ? എന്നാലേ അവന്മാരറിയാതെ നീ എനിക്കത് ചെയ്തു തരണം. ആഗ്രഹിച്ചതുപോലെ ഒരുമിച്ച് ജീവിക്കാൻ കഴിഞ്ഞില്ല. പ്രണയിക്കുന്ന അന്ന് തൊട്ടേ പരസ്പരം തന്ന വാക്കായിരുന്നു, ജീവിക്കാനാണെങ്കിലും മരിക്കാനാണെങ്കിലും അതൊരുമിച്ചെന്ന്. പക്ഷെ ഇന്ന് എന്നെ ഇവിടെ ഒറ്റയ്ക്കാക്കി നീ അങ്ങ് പോയി. അവസാനമായി ഒരു യാത്ര പോലും ചോദിക്കാതെ, ഒന്ന് കാണാൻ പോലും കഴിയാതെ നീ പോയി. നിന്റെ കൂട്ടുകാരെന്ന് പറയുന്ന നീ എപ്പോഴും വാതോരതെ സംസാരിച്ചിരുന്ന അവന്മാർ തന്നെ നിന്റെ ജീവൻ എടുക്കുമെന്ന് സ്വപ്നത്തെ പോലും നീ കരുതിയിട്ടുണ്ടാവില്ല അല്ലേ? ഞാനും. അതുകൊണ്ട് ഞാനിന്നൊരു തീരുമാനം എടുക്കുന്നു. ഒരുമിച്ച് ജീവിക്കാനായില്ലെങ്കിലും ഒരുമിച്ച് മണ്ണോടടിയാനെങ്കിലും സാധിക്കുമല്ലോ. നിന്റെ അരികിൽ ചേർന്ന് കിടന്ന് നിന്നോടൊപ്പം ഞാനും ഒഴുകിയില്ലാതെയോ. യഥാർത്ഥ കുറ്റം ചെയ്തവർക്ക് അവരർഹിക്കുന്ന ശിക്ഷ തന്നെ കിട്ടണം. ചെയ്ത കുറ്റം എത്രയൊക്കെ മൂടി വയ്ക്കാൻ ശ്രമിച്ചാലും കാലം അത് തെളിയിക്കുക തന്നെ ചെയ്യും. ആ നീതി എന്നേക്കും നിലനിൽക്കും. അങ്ങനെ അവളുടെ നിർബന്ധം എന്നെ കൂടുതൽ വേട്ടയാടി. ഇവരാരും അറിയാതെ കൂവമിലേക്ക് ഞാൻ അവളെയും കൊണ്ടുപോയി. അവൾ പറഞ്ഞതുപോലെ ആ കുഴിയിലേക്ക് അവളെ ഞാൻ കുഴിച്ചു മൂടി. ഇതാണ് അന്ന് അവിടെ സംഭവിച്ചത്. രണ്ടു വർഷങ്ങൾക്ക് മുമ്പ് കൂവനങ്ങളിൽ വെച്ചിട്ട് വാക്കുതർക്കം
അമർ സുഹൃത്തായ അജിത്തിനെ കൊലപാതകത്തിലേക്ക് നയിച്ചും കൂട്ടുനിന്ന പ്രതികളായ 3 പേരും ഈ കേസിൽ കോടതിക്ക് കുറ്റക്കാരാണെന്ന് തെളിയിക്കപ്പെട്ടതിനാൽ SI മുത്തുമേൽ ഓഫീസർ അടങ്ങുന്ന അന്വേഷണ സംഘം കേസ് വിജയകരമായി പൂർത്തീകരിച്ചതിനാലും പ്രതികളെ ജീവപര്യന്തം കഠിന തടവിൽ ഈ കോടതി ഉത്തരവിടുന്നു.